ഹലോ നമസ്കാരം. അജ്മലാണ്. നമ്മുടെ കൊച്ചിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യം ഇവനാണെന്ന് ഞാൻ പറയും. ഞാൻ ഇത്ര പറഞ്ഞപ്പോൾ തന്നെ പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ മത്സ്യത്തിൻ്റെ പേരെന്താണെന്ന്. നമ്മുടെ മമ്മൂക്കയുടെ ബ്ലോക്ക് ബസ്റ്റർ മൂവിയായ ഭീഷ്മപർവത്തിൽ പല തവണ പറഞ്ഞ് ഫേമസ് ആക്കിയൊരു മുതൽ. ഇവിടെ കോഴിക്കോട് പോർട്ടിലൊക്കെ വല്ലപ്പോഴും മാത്രം കാണാൻ കിട്ടുന്ന ഈ മുതലിനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇനി ഞാൻ സസ്പെൻസറിനില്ല. കേരളത്തിൽ എവിടെ പോയാലും ഇവനൊറ്റ പേരുള്ളൂ, തിരുത. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇവനൊരു സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മുടെ KV തോമസ് കാര്യസാധ്യത്തിനായി ഇവനെയും കൊണ്ട് ഡൽഹിയിലേക്ക് പോവാറുണ്ടെന്ന് എതിർ പാർട്ടിക്കാർ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരും കളിയാക്കിയിരുന്നു. ഇവൻ ഇത്ര ഫേമസ് ആകാൻ കാരണം ഇവൻ്റെ അപാര രുചി ഒന്നുകൊണ്ട് മാത്രമാണ്. കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലാണ് ഇവന്മാരെ കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചിക്കാരായ മത്സ്യപ്രേമികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റാണിത്. കൊച്ചിക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഫങ്ഷൻസിലും തീന്മേശയിൽ ഇവനൊരു പ്രധാന വിഭവമായി മാറാൻ ഇവനെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും അതുപോലെ തന്നെ നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലാണ് ഇവർ സ്വാഭാവികമായിട്ട് വളരുന്നത്. തിരുത മത്സ്യത്തിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള തിരുത മത്സ്യത്തിൻ്റെ എക്സ്പോർട്ടിങ്ങിൽ ഇന്ത്യ ഒട്ടും പിന്നിലൊന്നുമല്ല. ഏകദേശം 9 കിലോയോളം തൂക്കം വരുന്നതും 2.7 മീറ്റർ വരെ നീളമുള്ളതുമായ തിരുത മത്സ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലുള്ള ഈ രണ്ടെണ്ണത്തിൻ്റെ ആകെ തൂക്കം 1700ഓളം വരുന്നുണ്ട്. സമുദ്രത്തിലും ശുദ്ധജലത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ഇവരുടെ സാന്നിധ്യം ജലത്തിൻ്റെ ശുദ്ധതയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പല പഠനങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. IUCN അഥവാ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ ലിസ്റ്റ് പ്രകാരം തിരുത മത്സ്യം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യ ഇനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സമയങ്ങളിൽ ഇവന്മാരുടെ ബ്രീഡിംഗ് സീസണാണ്. സാധാരണ ഈ സമയങ്ങളിൽ ഇവൻ്റെ വയറിൽ മുട്ട കിട്ടാറുണ്ട്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ 2 എണ്ണം വെട്ടിയപ്പോഴും ഒരു ചെറിയ മുട്ട പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇത് വാങ്ങിച്ച കസ്റ്റമർ അജ്മൽ അതിനകത്ത് മുട്ട ഉണ്ടോളോ എന്ന് ചോദിച്ചപ്പോൾ മുട്ടയൊന്നും കിട്ടിയില്ല സാറേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ മുഖത്തുള്ളൊരു നിരാശ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റി. തേങ്ങ വറുത്തരച്ച് കറി വെക്കാനാണ് ഇവനെ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ കസ്റ്റമേഴ്സിനോടും തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. എന്നാലും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് ഇവനെ ചൂസ് ചെയ്യാറുണ്ട്. പേഴ്സണലി എനിക്കിഷ്ടം ഇവനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളതും 100% ഫ്രഷ് ആയിട്ടുള്ളതുമായ മത്സ്യങ്ങളെ വാങ്ങിക്കാനും അതിൻ്റെ യൂണിക് ടേസ്റ്റ് മനസ്സിലാക്കാനും താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ ഷോപ്പിലോട്ട് പോകുന്നോളൂ. ഹോം ഡെലിവറി ആയിട്ടാണ് ഫിഷ് വേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഹാവ് എ നൈസ് ഡേ.